അൻസിബ തുടരുന്നുണ്ട്. അൻസിബ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആ സംഘടനയിലുണ്ടോ? അതുകൂടി ഈ പ്രശ്നങ്ങൾ ഇത്രയും ഗുരുതരമാക്കുന്നുണ്ടോ? അവിടെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, എന്താണ് സെക്രട്ടറി മിണ്ടുന്നില്ലേ? കുക്കു പരമേശ്വരന്റെ ഈ വിഷയത്തിൽ ആ തരത്തിൽ ഇടപെടുന്നില്ലേ? എന്നോട് അവിടെ പിന്നെയും മാന്യമായിട്ട് സംസാരിച്ചിട്ടുള്ളത് സെക്രട്ടറിയാണ്. ഓക്കെ, സെക്രട്ടറിക്ക് ചില അതൃപ്തികളുണ്ട്, അതുകൊണ്ട് സെക്രട്ടറി മുന്നിലേക്ക് വരുന്നില്ല, അങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ സെക്രട്ടറിയും ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പ്രതീക്ഷിക്കണോ? എല്ലാവരും സത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് തുറന്നു പറയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ബൈലോയുടെ കാര്യം പറഞ്ഞും സംഘടനയിലെ കാര്യങ്ങൾ പറഞ്ഞും എല്ലാവരെയും വായടപ്പിച്ചു വെക്കുന്നിടത്താണ് പ്രശ്നങ്ങളുള്ളത്. ട്രാൻസ്പെറന്റ് ആയ ഒരു പ്രശ്നവും ഇല്ല. അൻസിബ, ഒരു കാര്യം കൂടി, ഈ 2 വനിതകൾ നയിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ ഒരു വലിയ പഴയൊരു മുഖം മാറിയാണ് പുതിയ ആളുകൾ വന്നത്. എല്ലാവരും, ഇപ്പം നിങ്ങൾ സിനിമാ രംഗത്തുള്ളവരും അല്ലെങ്കിൽ ഈ സംഘടനയുടെ ഭാഗമായിരിക്കുന്നവരും മാത്രമല്ല, പൊതുസമൂഹം ഒരു സംഘടന എന്ന രീതിയിൽ അവിടെ ഒരു പുതിയ നേതൃത്വം വരുന്നതിനെ സ്വാഗതം ചെയ്തവരാണ്. ഞങ്ങളടക്കം എല്ലാവരും ഇഷ്ടപ്പെട്ടതാണ്. കാരണം വിവാദങ്ങൾക്ക് ശേഷം ഒരു വനിതാ നേതൃത്വം വരട്ടെ എന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പോഴും നിയന്ത്രണം മറ്റ് ആരെങ്കിലൊക്കെയാണ് എന്ന് തോന്നുന്നുണ്ടോ അവിടെ? എനിക്കറിയില്ല, എന്തൊക്കെയോ ആണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അവിടെ ഭാരവാഹിത്വത്തിൽ വന്നിരിക്കേണ്ടത് സ്ത്രീ എന്നോ പുരുഷനോ എന്നോ വേർതിരിച്ചല്ല, നന്മയുള്ളവരായിരിക്കണം, മനുഷ്യത്വമുള്ളവരായിരിക്കണം, വിവരമുള്ളവരായിരിക്കണം, വിവേകമുള്ളവരായിരിക്കണം, മലയാളികളുടെ സംസ്കാരം എന്താണെന്ന് അറിയുന്നവരായിരിക്കണം. ഓക്കെ, ഈ വിഷയത്തിൽ ഇനിയൊരു ഹിയറിങ്ങിന് വിളിച്ചാൽ വളരെ ജെന്യൂനായ ഒരു ഇടപെടൽ സംഘടനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്കങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നതെങ്കിൽ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. പക്ഷെ അമ്മ സംഘടനയിൽ ഒരുപാട് നല്ല ആളുകളുണ്ട്. അത് ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. അൻസിബ, പലപ്പോഴും നമുക്കറിയാം നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിലാണ്. ആ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണിത്. അപ്പോൾ പരാതി ഉന്നയിച്ചവർക്ക് പിന്നീട് അവരുടെ കരിയർ പോലും നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. ഭയപ്പെടുന്നുണ്ടോ അത്തരം സാഹചര്യം? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതും 3 മണിക്കൂർ ഹറാസ് ചെയ്യപ്പെട്ടതും പിന്നീട് ഈ പറഞ്ഞ അവഹേളനങ്ങളെല്ലാം ഏൽക്കേണ്ടി വന്നത് അതിന്റെ പേരിൽ മാത്രമാണ്. അപ്പോ ഞാനിപ്പോ എല്ലാം വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് എനിക്കെതിരെ ഒരുപാട് നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ടും ശാരീരികപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ എനിക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാം കൃത്യമായിട്ട്. ഇനിയിപ്പോൾ നിങ്ങളെ ചേർത്ത് നിർത്താൻ ഒരു ശ്രമം ഉണ്ടായെന്ന് തന്നെ കരുതുക. നിങ്ങളുടെ പരാതികൾ കേൾക്കുന്നു, 2 പേരുടെയും വിഷയങ്ങൾ കേൾക്കുന്നു, അതിന് പരിഹരിച്ച് ഇനി മുന്നോട്ട് പോകാം. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയാലും തൊഴിൽ രംഗത്തെ മാറ്റി നിർത്തൽ അത് തുടരും, അങ്ങനെ കരുതേണ്ടി വരും അല്ലേ? അതാണ് മുൻകാല അനുഭവങ്ങൾ. അറിയില്ല ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത്. പക്ഷെ പുതിയൊരു സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്, മനുഷ്യന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാം എന്നാണ് ഞാനിപ്പോ വിചാരിക്കുന്നത്. ഇത്ര വലിയ ഒരു സംഭവം ഉണ്ടായിട്ട് പഴയ നമുക്കറിയാം സിനിമയിലെ മുൻനിരയിലുള്ള ആളുകൾ, ഇവരാരെങ്കിലും അവരുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തിയിട്ടുണ്ടോ? അൻസിബ അവരെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇത് ഞാന് മമ്മൂക്കനെ ലാലേട്ടനും ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് എന്റെ രാജി സ്വീകരിച്ച അന്നാണ് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അന്ന് ഞാൻ കാരണങ്ങളെല്ലാം അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ 21-ാം തീയതി എന്റെ റെസിഗ്നേഷൻ ഞാൻ ഇട്ടത് ഫെബ്രുവരി 21-നാണെങ്കിലും കഴിഞ്ഞ EC മീറ്റിംഗിലായിരുന്നു എന്റെ റെസിഗ്നേഷൻ സ്വീകരിച്ചത്. അപ്പൊ സ്വീകരിച്ച സമയത്താണ് ഞാൻ മമ്മൂക്കയ്ക്കും ലാലേട്ടനും മെസ്സേജ് അയച്ചത്, കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട്. പക്ഷെ എനിക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ മെസ്സേജ് അയച്ചത്. ഇന്ന സംഭവങ്ങളാണ് അവിടെ നടന്നത് എന്നുള്ള സത്യം എനിക്ക് അറിയിക്കണമായിരുന്നു. ഒരു കാര്യം, നേതൃത്വത്തിൽ നിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിലും ഒരുപക്ഷെ ഇവരൊക്കെ മമ്മൂട്ടിയും മോഹൻലാൽ അടക്കമുള്ള എല്ലാവരും സംഘടനയുടെ ഭാഗമാണ്. അങ്ങനെയെങ്കിൽ ഒരു ജനറൽ ബോഡിയിലേക്ക് ഈ വിഷയം വന്നാൽ ഒരു ഇടപെടൽ, ഒരു നീതി അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ജനറൽ ബോഡിയിൽ എന്തായാലും ഈ വിഷയം വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അമ്മയില് 504 അംഗങ്ങളുള്ള അമ്മ സംഘടനയിൽ ഒരു 400ഓളം പേര് ആക്റ്റീവായിട്ടുള്ളവരാണ്. അതിൽ തന്നെ ഒരു 90% ആളുകളും സ്ഥിരമായി സിനിമകളിൽ ജോലിയുള്ളവരൊന്നുമല്ല. 10% ആളുകൾക്ക് സ്ഥിരമായിട്ട് സിനിമയിൽ അവസരങ്ങളൊക്കെ ഉള്ളൂ.
അപ്പോൾ അമ്മ വഴി ഒരുപാട് പേർക്ക് കൈനീട്ടമായിട്ടും മരുന്നുകളായിട്ടും അങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ കിട്ടുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അവിടെയുള്ള മനുഷ്യപ്പറ്റുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുറപ്പായിട്ടും എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. യെസ്, വളരെ നന്ദി അൻസിബ. എന്തായാലും അൻസിബയും നീനാക്കുറിപ്പ് ഉന്നയിച്ച പരാതിക്ക് പരിഹാരമുണ്ടാണ്. വളരെ ഗൗരവമായി ഈ വിഷയം വരണം. അതല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തിലേക്ക് പോകുമ്പോൾ എന്ത് നീക്കമുണ്ടാവും എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഒരു കാര്യം അറിയേണ്ട കാര്യം, ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കാൻ സാധ്യതയുണ്ടോ? അൻസിബ ഫോൺ കട്ടായില്ലെങ്കിൽ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. ജനറൽ ബോഡി യോഗം ഈ സാഹചര്യത്തിൽ വിളിച്ചു ചേർക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ആലോചന നടക്കാൻ അറിയുന്നുണ്ടോ? അതിന് സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ജൂൺ 21-നാണ് നമ്മുടെ ആനുവൽ ജനറൽ ബോഡി ഈ വർഷത്തെ. അപ്പോ എന്തായാലും ജനറൽ ബോഡി ഈ ജൂൺ 21-ന് നടക്കും. അപ്പൊ അന്നത്തെ ദിവസം എന്തായാലും മറ്റ് അംഗങ്ങൾ ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി ചോദിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, ഒരു മാസത്തെ കാത്തിരിപ്പ് അതിനുള്ളിൽ ഉണ്ടാകുമെന്ന് കരുതാം. എന്തായാലും വളരെ നന്ദി അൻസിബ പ്രതികരിച്ചത്. എന്തായാലും അൻസിബ സൂചിപ്പിക്കുന്നത് പോലെ ഗുരുതരമായ സാഹചര്യങ്ങൾ സംഘടനയിൽ ഉണ്ടാകുന്നു എന്നതാണ്. കാരണം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിക്കപ്പെട്ടില്ല, കേട്ടില്ല എന്നതുകൂടിയാണ്. ഇന്നലെ ശ്വേതാ മേനോന്റെ വാക്കുകൾ പോലും അത്തരം ചില സൂചനകൾ നൽകുന്നതാണ്. മാത്രമല്ല കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.